ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പൗച്ചായിട്ടാണ്, പെൻസിൽ പൗച്ചായിട്ട്. നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് പൗച്ച് ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ പാൻറ്റ്, ജീൻസിൻ്റെ പാൻറ്റില്ലേ, അതെടുത്തിട്ടാണ് പൗച്ച ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിരുന്നു. അത് കണ്ടിട്ട് മോൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കൊടുത്തുവിട്ട ഒരു ക്ലോത്തിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതുപോലെ ഒന്ന് റെഡിയാക്കി മുറിച്ചെടുക്കാം. നമുക്ക് എത്ര സൈസിലാണോ പൗച്ച് വേണ്ടത് ആ ഒരു സൈസിലാണ് എടുക്കേണ്ടത്. ഞാൻ അളവൊന്നും എടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ കുട്ടി തന്ന ഒരു സിബിൻ്റെ അളവുണ്ടായിരുന്നു. അതിന് അനുസരിച്ചിട്ടുള്ള ഒരു നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സിബിന് എത്രമാത്രം അളവ് വേണം അത് കൂടി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളത്തിൽ വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ആ ഒരു സിബിൻ്റെ അളവില്ലേ, ആ ഒരു അളവും കൂടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഏത് സിബ്ബാണ് ഉള്ളത് അത്. ഇത് കുട്ടീൻ്റെ ആദ്യത്തെ പഴയ പൗച്ചിൻ്റെ സിബ്ബാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാം. മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് കൈകൊണ്ട് സൂചി വെച്ച് തുന്നിയിട്ടും ചെയ്യാൻ പറ്റും. എളുപ്പത്തിലുള്ളൊരു പണിയാണ് പൗച്ച് ഉണ്ടാക്കൽ. നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാം. നിങ്ങൾ മുമ്പ് പഴയ ഓൾഡ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ചെയ്താൽ മതി. ഇതുപോലെ സിബ്ബ് വെച്ച് കൊടുക്കുക. തിരിച്ച് വെക്കണം. നല്ല ഭാഗവും കൂടിയിട്ടാണ് നമ്മൾ സിബ്ബ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ചതിന് ശേഷം പതിച്ചടിച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ച് കൊടുക്കാം. നമ്മൾ കുട്ടികൾക്ക് പെൻസിലൊക്കെ നല്ല നീളത്തിലുള്ള പൗച്ചാണ് വേണ്ടതെങ്കിൽ തുണി അതിനനുസരിച്ചിട്ട് എടുക്കണം. സിബ്ബും വലുതായിട്ടിരിക്കണം. നമ്മൾ സിബിൻ്റെ പൈസ മാത്രമേ ചിലവുള്ളൂ. ബാക്കി നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ചിലവ് വരില്ല. വേസ്റ്റ് തുണീനെ കൊണ്ട് ഏത് തുണിയായാലും പ്രശ്നമില്ല. ഞാൻ ജീൻസിൻ്റെ തുണി കിട്ടിയത് കൊണ്ടാണ് അതുപോലെ ചെയ്യുന്നത്. മോനിക്ക് അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആ കുട്ടി എനിക്ക് ഇത് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടത്. ഇതുപോലെ പതിച്ചടിച്ചതിന് ശേഷം തിരിച്ചൊന്ന് മടക്കിയിട്ട് ഉള്ളിലേക്ക് നമ്മൾ സിബ്ബ് ആക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. എന്നാലേ നല്ല വൃത്തിയിൽ സിബ്ബ് നിൽക്കുള്ളൂ. അതിനാണ് ഇങ്ങനെ അടിക്കുന്നത്. ഇതുപോലെ അടിച്ചതിന് ശേഷം നമ്മൾ മറ്റേ സൈഡും കൂടി സിബിൻ്റെ മറ്റേ ഭാഗം കൂടി അടിച്ചു കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റേ ഒരു ഭാഗമില്ലേ, ആ ഭാഗം കൂടി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ഭാഗം എന്നുള്ള രീതിയിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ അടിച്ചതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കുക. താഴെ വരുന്ന തുണി ഇതിൽ അടിയിൽ പെടാതെ നോക്കണം. അതിന് ശേഷമായിരിക്കണം ഇതുപോലെ അടിക്കേണ്ടത്. നമ്മൾ സിബ്ബ് ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് അടിച്ചു കൊടുക്കേണ്ടത്. സിബ്ബ് ലോക്കാക്കാൻ പാടില്ല. അതിന് ശേഷം അടിച്ചതിന് ശേഷം നേരത്തെ അടിച്ച പോലെ പതിച്ചടിച്ചു കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം പതിച്ചടിച്ചു കൊടുക്കണം. ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുക. നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. എളുപ്പത്തിലുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലെ സിബ്ബ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് സിബ്ബ് വെച്ച് കൊടുത്തിട്ട് രണ്ട് അറ്റവും ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ എക്സ്ട്രാ വരുന്ന ആ സിബ്ബൊന്ന് നമ്മൾ മുറിച്ച് കളയണം. നമ്മൾ രണ്ട് സൈഡും 2 തവണയായിട്ട് അടിച്ചു കൊടുക്കണം. ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് ഇളകി പോകുമ്പോൾ പ്രശ്നമാവും. അതുകൊണ്ടാണ് 2 തവണയായിട്ട് 2 ഭാഗവും അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ അടിച്ചതിന് ശേഷം ആ എക്സ്ട്രാ വരുന്ന സിബ്ബിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇനി ഈ 4 കോർണറിലും നമ്മൾ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, അവിടെ നിന്നാണ് മുകളിലോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 സൈഡും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ കുറച്ചൊരു വിട്ടിട്ട് ഉള്ളിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആ മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഒരു അടയാളത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നത്. ഇതുപോലെ 4 ഭാഗവും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് കോർണറിൽ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുക്കും. കോർണർ റെഡിയാക്കി എടുത്തതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കും. 2 തവണ തന്നെ അതും അടിച്ചു കൊടുക്കണം. അങ്ങനെ 4 സൈഡും നമ്മൾ അതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് അതിൻ്റെയൊക്കെ റെഡിയാക്കി എടുക്കണം. ഉൾഭാഗമൊക്കെ ഒന്ന് കോർണറൊക്കെ റെഡിയാക്കി എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ പൗച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തന്നെ തയ്യാറാക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.